വെറും 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള നമ്മളെ റൗണ്ട് മെഷർമെൻറ്റിൻ്റെ 4/1 ഭാഗം വിടുത്ത് ഒരു ഫാബ്രിക്കിലെടുക്കുക. എന്നിട്ട് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്ലീവ്സിനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു മാർജിൻ കൊടുക്കുക. മാർജിൻ കൊടുത്തിട്ട് നമ്മൾ ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുക. സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു, നെക്കിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സീം അലവൻസ് കൂടി മാർക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ മറന്നു പോകും. അപ്പം ബിഗിനേഴ്സിനൊക്കെ എപ്പോഴും പറ്റുന്ന മിസ്റ്റേക്കാണിത്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 3/4 ഇഞ്ചാണ് സാധാരണയായിട്ട് മാർക്ക് ചെയ്യുക. ഓരോ സൈസിനനുസരിച്ച് ഡിഫറൻസ് വരും. പിന്നെ നമ്മൾ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഈ ഒരു ആം ഹോൾ ലെങ്ത്ത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്വയർ ചെയ്തു. പിന്നെ ബസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ലൂസ് ചെയ്തു. ആം ഹോൾ ലെങ്ത്തിൻ്റെ സെൻറ്റർ കാണുക. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കർവ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് ആം ഹോൾ കർവ് ചെയ്തെടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. അതിനുശേഷം സീം അലവൻസിനുള്ള മാർക്കിംഗ് കൊടുത്തു. വേസ്റ്റ് ലെങ്ത്തിൻ്റെ മാർക്കിങ്ങിൽ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗത്തിനോട് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുക, ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്രത്താണോ വിഡ്ത്ത് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റുള്ള ടോപ്പാണ് ചെയ്യുന്നത്. സീം അലവൻസിനനുസരിച്ചിട്ട് ഷേപ്പും കൊടുക്കുക. ഇനി സൈഡ് നമുക്ക് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും കൂടി ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ ബാക്ക് നെക്ക് മാത്രമാണ് കട്ട് ചെയ്യേണ്ടത്. ഷോൾഡർ സ്ലോപ്പും സെയിം ആണ് വരുന്നത്, അത് കട്ട് ചെയ്യാം. പിന്നെ ബാക്ക് ആം ഹോളും കട്ട് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രണ്ട് പീസ് റെഡിയാക്കി വെച്ചിട്ട് ഫ്രണ്ട് നെക്കും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഒരു കുർത്തി ചെയ്യാൻ പഠിച്ചില്ലേ. ഇനി ഇതിലും ഡീറ്റെയിലായിട്ട് നമ്മൾ നല്ല ക്ലാസ്സസ്സാണ് ഓൺലൈനിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.